അക്കൗണ്ടിംഗ് എന്ന് ശരിക്കും ഒരു കഥ പോലെയാണ്. ആ ബിസിനസിന്റെ ഒരു വർഷത്തെ കഥയാണ് നമ്മൾ വർഷാവസാനം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലായിട്ട് ഓഡിറ്റ് ചെയ്തിറക്കുന്നത്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻസിനും ഓരോ സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. ഫണ്ട് റോളിംഗ് നടക്കുന്നിടത്തോളം കാലം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് ഹെൽത്തിയാണ്. കാരണം ഫണ്ട് നിൽക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഇവർ ഇതിലേക്ക് ഈ കണക്കിലേക്കും കണക്കിന്റെ ആവശ്യകതയിലേക്കും ഒരു അക്കൗണ്ടന്റിനെ വെക്കേണ്ട ആവശ്യകതയിലേക്കും ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യകതയിലേക്ക് അവർ പോവുക. സാധാരണഗതിയിൽ ഇപ്പോൾ SME സെക്ടറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വർഷാവസാനം ഗവൺമെന്റിന് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടും GSTക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചടങ്ങായിട്ട് വയ്ക്കുള്ളൂ. ഒരുപാട് പൈസ നഷ്ടം വന്നതിന് ശേഷം മാത്രം ബിസിനസ് ഓണർ തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം അവരെ സംബന്ധിച്ചും ഫണ്ട് റോൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫണ്ട് വരുമ്പോൾ ആ ഫണ്ടിന്റെ പ്രശ്നം എവിടെയും അവരെ അറിയുന്നില്ല. എവിടെയെങ്കിലും മുട്ടി നിൽക്കുമ്പോഴാണ് ഇവർ ഇതിലേക്കൊക്കെ അന്വേഷിച്ച് പോകുന്നത്. നമസ്കാരം. SME സെക്ടറിൽ ഒരു വലിയ പെയിൻ പോയിന്റാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിനോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് കൃത്യമായി അനലൈസ് ചെയ്യുന്നോ എന്ന് പറയുന്ന കാര്യമില്ല എന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നും അത്തരം കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും, ഒരു ഫിനാൻഷ്യൽ കൃത്യമായി കൊണ്ടുപോകാൻ ഒരു സ്ഥാപനത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഡിസ്കഷനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആ ഡിസ്കഷനിൽ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഓഡിറ്റിംഗ് ഫാം സ്വന്തമായി നടത്തുന്ന ശ്രീനാഥ് ഫെൻമെട്രിക്സ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. ആ സ്ഥാപനത്തിൻ്റെ MD ശ്രീനാഥുമായി ഇന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അത്തരം കാര്യങ്ങൾ. ശ്രീനാഥ് നമസ്കാരം. നമസ്കാരം. നമ്മളെ സാധാരണ ഞാൻ കണ്ടേക്കുന്നത് നമ്മുടെ SME എന്റർപ്രണേഴ്സ് ഈ ഫിനാൻസിൻ്റെ കാര്യത്തിൽ വലിയ അവയർനെസ് ഉള്ളവരല്ല എന്നതാണ്. സാധാരണ സെയിൽസും മാർക്കറ്റിങ്ങിന് കൊടുക്കുന്ന പ്രാധാന്യം ഫിനാൻസ് മാനേജ്മെന്റിന് കൊടുക്കാറില്ല. ഉദാഹരണം, ഫിനാൻസ് സ്റ്റേറ്റ്മെന്റുകൾ എന്താണെന്ന് മനസ്സിലാക്കാനോ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റുകൾ എല്ലാ മാസവും കറക്റ്റായിട്ട് ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ എനിക്ക് പരിചയമുള്ള ഞാൻ ഇതുവരെ എൻ്റെ അനുഭവത്തിൽ നമ്മൾ ആരോട് ഒരു എന്റർപ്രണറോട് നിങ്ങൾ മാസം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് എല്ലാ മാസവും നോക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 90% കൂടുതൽ ആളുകൾ ഇല്ല, നോക്കാറില്ല എന്നേ പറയാറുള്ളൂ. അപ്പോൾ അതൊരു വലിയ പ്രശ്നമല്ലേ? നിങ്ങളുടെ അറിവിൽ എങ്ങനെയാണ് ആളുകൾക്ക്, നമ്മുടെ ബിസിനസ്സുകാർക്ക് എങ്ങനെയാണ് ഫിനാൻസിനെ കുറിച്ച് ഭയങ്കര അവെയർ ഉള്ളവരാണോ അല്ല എങ്ങനെയാണെന്ന് പറയാം? SME സെക്ടർ എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനേക്കാളും കൂടുതൽ അതിലേക്ക് എത്താൻ തന്നെ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. സാർ ഈ പറഞ്ഞ പോലെ മാസം നോക്കണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മാസം കണക്ക് പോലും അറിയുന്നുണ്ടാവില്ല. കാരണം SME സെക്ടറിൽ ബേസിക്കലി പറയുമ്പോൾ ഈ ബിസിനസ് ഓടിക്കുന്ന ഒരാളോ രണ്ടുപേരോ പാർട്ണർഷിപ്പ് ഫേമോ അല്ലെങ്കിൽ 1-2 പാർട്ട്നേഴ്സ് ചെയ്യുമ്പോൾ അവരുടെ തലയിൽ കൂടെ ആയിരിക്കും ഈ ബിസിനസ് മുഴുവൻ ഓടുന്നത്. അപ്പോൾ ഇത് നേരെ റെക്കോർഡിക്കലായിട്ടൊരു കണക്കുണ്ടാവും എന്നുള്ളത് വെച്ചാൽ ഉണ്ടാവില്ല. അപ്പോൾ മാസം നിങ്ങൾ കണക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കണമെന്ന് നോക്കി കഴിഞ്ഞാൽ അവർക്കത് വിറ്റുവര പറയുന്നുണ്ടാവും. പക്ഷെ അതിനകത്ത് മാസം ചിലവായിരുന്നോ അല്ലെങ്കിൽ വിറ്റുവര മുഴുവൻ കളക്ട് ആയിട്ടുണ്ടോന്നോ കൊടുക്കാനുള്ള കൊടുത്തിട്ടുണ്ടോന്നോ പലർക്കും അറിയുന്നുണ്ടാവില്ല. ബുക്ക് കീപ്പിംഗ് പോലും കറക്റ്റ് അല്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു ചെലവ് വന്നു, ഇന്ന ഡേറ്റിൽ ചെലവ് വന്നു, അത് ആദ്യ ഡേറ്റിൽ തന്നെ എൻറ്റർ ചെയ്യുക. ഒരു മാസത്തിൽ എത്ര വിറ്റു എന്ന് അവർക്ക് അറിയാൻ പറ്റും അല്ലെ, റവന്യൂ അറിയാൻ പറ്റും, ഏകദേശ ധാരണ ഉണ്ടാവും. അതും ഏകദേശ ധാരണയാണ്, കറക്റ്റ് ആയിട്ട് അറിയുന്നില്ല. ഫിഗർ പലർക്കും ഉണ്ടാവില്ല, ചിലർക്ക് ഉണ്ടാവും, പലർക്കും അത് ഉണ്ടാവില്ല. ഏകദേശം ഒരു ഒറ്റക്കണക്ക് എല്ലാവരുടെയും കയ്യിലുണ്ടാവും. ഈ റോളിംഗ് ആണ്. അതെ, പൈസ റോളിംഗിലായിരിക്കും. കാരണം ഇതെല്ലാം ഫണ്ട് മാർക്കറ്റിൽ ഉണ്ടാവും. അതിൽ വരുന്ന ഈ ഫണ്ട് റോളിംഗ് നടക്കുന്നിടത്തോളം കാലം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് ഹെൽത്തിയാണ്. കാരണം ഫണ്ട് നിൽക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഇവർ ഇതിലേക്ക് ഈ കണക്കിലേക്കും കണക്കിന്റെ ആവശ്യകതയിലേക്കും ഒരു അക്കൗണ്ടന്റിനെ വെക്കേണ്ട ആവശ്യകതയിലേക്കും ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യകതയിലേക്ക് അവർ പോവുക. സാധാരണഗതിയിൽ ഇപ്പോൾ SME സെക്ടറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വർഷാവസാനം ഗവൺമെന്റിന് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടും GSTക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചടങ്ങായിട്ട് വയ്ക്കുള്ളൂ. അത് ചാർട്ടർ അക്കൗണ്ടിന് കൊടുക്കേണ്ട സാധനങ്ങൾ മാത്രം, അദ്ദേഹത്തെ കാണിക്കേണ്ട സാധനങ്ങൾ മാത്രം കാണിച്ച് അതുകൊണ്ട് വേണ്ട റിപ്പോർട്ടുകൾ മാത്രമാക്കി ഓഡിറ്റ് തീർക്കുന്നതാണ് SME സെക്ടറിലെ സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു പ്രവണത. അതല്ലാതെ ഡെയിലി ബേസിസിൽ അക്കൗണ്ട് ചെയ്ത് പോകുന്നതോ അല്ലെങ്കിൽ ഒരു മാസം അതിൻ്റെ ഒരു കണക്ക് നോക്കിയെടുക്കുക, അതിൻ്റെ എന്താണ് ബിസിനസിൻ്റെ ഹെൽത്ത് എങ്ങനെയാണ്, അത് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, സെയിൽസ് നടക്കുന്നുണ്ടോ, എവിടെയാണ് എനിക്ക് പൈസ പോകുന്നുണ്ടോ, ലീക്കേജ് സംഭവിക്കുന്നത് നോക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. 10% താഴെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ SME സെക്ടറിൽ. എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെയാണ്. നമ്മളൊരു പുതിയ വർക്കിലേക്ക് പോകുന്ന സമയത്തും പലതും തുടങ്ങുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നാണ്. പിന്നീട് അതിൻ്റെ അവയർനെസ് നമ്മൾ വർക്ക് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും നഷ്ടം വന്ന പൈസയുടെ കണക്കുകളും അവർ തെറ്റിപ്പോയ ഡിസിഷൻസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ ഒരു അവയർനെസ് അവർക്ക് വരും. ഈ കൃത്യമായിട്ട് ഇങ്ങനെ കണക്ക് എഴുതി അത് കണക്ക് നോക്കി
കൊണ്ടുപോയില്ലെങ്കിൽ ബിസിനസ്സിൽ യഥാർത്ഥത്തിൽ വലിയൊരു അപകടമല്ലേ ഇത്? അതെ അതെ, വളരെയധികം അപകടമാണ്. കാരണം ഒരുപാട് ഇപ്പൊ പ്രത്യേകിച്ച് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക്, അതുപോലെ പൈസ മാർക്കറ്റിൽ ക്രെഡിറ്റിന് കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ കൃത്യമായിട്ട് പൈസ കണക്കെഴുതി വെക്കാതെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. സ്റ്റാറ്റ്യൂട്ടറി പ്രശ്നങ്ങൾ തൊട്ട് പൈസ റവന്യൂ ലീക്കേജ് വരെ സംഭവിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇത് കാര്യങ്ങളുണ്ട്. അത് ഇവരെ സ്റ്റാഫ് തന്നെ മൾട്ടിപ്പിൾ നെറ്റ്വർക്കുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ലൊക്കേഷനിലെ പൈസ കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്ത് പോകാതെ ഒരുപാട് ലീക്കേജ് സംഭവിച്ച ഒരുപാട് കഥകൾ നമ്മൾ തന്നെ നേരിട്ട് കണ്ടിട്ടുള്ള കഥകളൊക്കെ ഉണ്ട് അങ്ങനത്തെ. കാരണം ഇവര് സ്റ്റാഫുകൾ കൊളിയൂടി ചെയ്ത് വർക്ക് ചെയ്യണതും ഹെഡ് ഓഫീസിലും ഇവിടുന്ന് കൊളിയൂടി ചെയ്ത് ഒരുപാട് പൈസ നഷ്ടം വന്നതിന് ശേഷം മാത്രം ബിസിനസ് ഓണർ തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഫണ്ട് റോൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫണ്ട് വരുമ്പോൾ ആ ഫണ്ടിന്റെ പ്രശ്നം എവിടെയും അവരെ അറിയുന്നില്ല. എവിടെയെങ്കിലും മുട്ടി നിൽക്കുമ്പോഴാണ് ഇവർ ഇതിലേക്കൊക്കെ അന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ അവർ അത് അപ്പോഴാണ് അവർ കണ്ടുപിടിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്. അതുവരെ ഓൾ ഈസ് ഗുഡ് വെൻ എവരിതിങ് ഇസ് ഗുഡ് എന്നുള്ള ഒരു രീതിയിലാണ് പോകുന്നത് സാധാരണഗതിയിൽ. ശ്രീനാഥ്, ഇത് അങ്ങനത്തെ ഒരു പ്രശ്നത്തിനെ മറികടക്കണമെങ്കിൽ, ക്രമപ്രകാരമാക്കണമെങ്കിൽ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറയാമോ? ആദ്യം എന്താ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കാരണം ഇത് കാണുന്ന ഒരുപാട് ഓൺട്രപ്രണേഴ്സ് ഉണ്ടാകും. അവർക്കൊന്നും ചിലപ്പോൾ ഇങ്ങനെ കണക്ക് കൃത്യമായിട്ട് ഉള്ളവരുണ്ട് കേട്ടോ. ഇല്ലാത്തവരെ കുറിച്ചാണ് നമുക്ക് ചർച്ച. അങ്ങനെ ഇല്ലാത്തവർ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ബേസ് ട്രാൻസാക്ഷണൽ അക്കൗണ്ടിങ്ങിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അക്കൗണ്ടിങ്ങും ഫൈനാൻസും രണ്ട് ഫംഗ്ഷനായിട്ട് പല സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ബേസിക് ട്രാൻസാക്ഷണൽ അക്കൗണ്ടിങ്, ഡേറ്റ എൻട്രി, ട്രാൻസാക്ഷണൽ അക്കൗണ്ടിങ്ങിൽ നിന്നാണ് ഒരു ബിസിനസിന്റെ എല്ലാ കണക്കുകളും ആരംഭിക്കുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടിങ് ശരിക്കും ഒരു കഥ പോലെയാണ്. ആ ബിസിനസിന്റെ ഒരു വർഷത്തെ കഥയാണ് നമ്മൾ വർഷാവസാനം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലായിട്ട് ഓഡിറ്റ് ചെയ്തിറക്കുന്നത്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻസിനും ഓരോ സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. കാരണം പലപ്പോഴും നമ്മൾ കാണുന്നത് ട്രാൻസാക്ഷൻ നടക്കുന്ന കാര്യങ്ങളായിരിക്കില്ല റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്, അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്യാഷ് സെയിൽസ് തുടങ്ങുന്നു. ഒരു ദിവസം ഒരു ക്യാഷ് സെയിൽ ഒരുപാട് നടക്കുന്ന ഒരു സ്ഥാപനത്തിലാണെങ്കിൽ, ഒരു ട്രേഡറിന്റെ അടുത്താണെങ്കിൽ അവർ ഒരുപാട് ഇന്നത്തെ ദിവസം മുഴുവൻ ക്യാഷ് സെയിൽസ് വരുന്നു. ഈ ക്യാഷ് സെയിൽ വരുമ്പോൾ ഇയാൾ കൊണ്ടുപോയി അടുത്ത ദിവസമായിരിക്കും ഇത് ബാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടന്റ് ഇത് മുഴുവൻ ബാങ്ക് സെയിൽസ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ഈ വരുന്ന പൈസ മുഴുവൻ ഡെപ്പോസിറ്റ് ചെയ്ത് ക്യാഷായിട്ട് മേടിച്ചു, ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ള രണ്ട് ട്രാൻസാക്ഷൻ അക്കൗണ്ട് ചെയ്യാണ്ട് സെയിൽസ് മൊത്തം ബാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആ ക്യാഷ് വന്ന ക്യാഷ് മുഴുവൻ കിട്ടിയിട്ടുണ്ടോ, ബാങ്കിൽ പോയിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടു. കാരണം ട്രെയിൽ അവിടെ നഷ്ടപ്പെടുകയും. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ചെയ്യും. കാരണം ബാങ്കിൽ ക്യാഷ് സെയിൽസ് എത്ര നടന്നു ഒരു എൻട്രി നടക്കണം. അതെ. എന്നിട്ട് എത്ര രൂപ ബാങ്കിൽ ഇട്ടു എന്ന് രണ്ടാമത്തെ ഒരു എൻട്രി വരണം. അപ്പോഴാണ് കഥ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം നമുക്ക് ക്യാഷിൽ നമ്മൾ ഇത്ര വിറ്റു, ഇത്ര സാധനങ്ങൾ വിറ്റു, ഇത്ര ക്യാഷ് നമ്മൾ വാങ്ങിച്ചു, അടുത്ത ദിവസം ഇത് ഇത്ര ബാങ്ക് ചെയ്തു എന്നുള്ള ആ കഥ കംപ്ലീറ്റ് ആവുന്നത് അപ്പോഴാണ്. അത് ഇത് എവിടെയെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓഡിറ്റ് ട്രെയിൽ നഷ്ടപ്പെടുക. എവിടെയാണ് ഇപ്പോൾ എന്തെങ്കിലും പൈസ നഷ്ടം വന്നു കഴിഞ്ഞാൽ ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള നമ്മളുടെ ഒരു കാര്യം, ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഓഡിറ്റ് ട്രെയിൽ മിസ് ചെയ്യാണ്ട് എല്ലാ ട്രാൻസാക്ഷനും പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇതിപ്പോ അക്കൗണ്ടന്റ് ഉള്ള സ്ഥാപനങ്ങളിലും ചിലപ്പോൾ ഇത് നടക്കാതെ പോവാമല്ലോ. ഉണ്ടാവും. അക്കൗണ്ടന്റ് ഉള്ള സ്ഥാപനങ്ങളും ഇത് കാണുന്നതാണ്. കാരണം അൾട്ടിമേറ്റ്ലി നമ്മൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സെയിൽസ് എത്ര നടന്നു, ബാങ്കിൽ എത്ര പൈസ ഉണ്ട്, ക്യാഷ് എത്ര ബാക്കിയുണ്ട്, എത്ര പൈസ കൊടുക്കാനുണ്ട്, എത്ര ചെലവായി, ഇതൊക്കെ ഉള്ളൂ. ഇതിൽ സെയിൽസ് എങ്ങനെ നടന്നു എന്നോ, ഇത് എങ്ങനെ നടന്നിട്ട് നമ്മൾ എങ്ങനെ ബാങ്ക് ചെയ്തു എന്നോ അതൊന്നും ആരും അന്വേഷിക്കുന്നില്ലല്ലോ. അൾട്ടിമേറ്റ്ലി ഒരു ബിസിനസ് ഓണർ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഇതേപോലെ കണക്ക് മര്യാദയ്ക്ക് ഇല്ലാത്ത ഒരു അക്കൗണ്ട്സ് പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരാൾ ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും? എത്ര സെയിൽസ് നടന്നു. അപ്പോൾ ഇന്ന് 10 ലക്ഷം രൂപയുടെ സെയിൽസ് നടന്നു. ഓക്കെ, ഈ 10 ലക്ഷം ബാങ്കിലുണ്ടോ? ഉണ്ട്. ഈ 10 ലക്ഷം ബാങ്കിൽ വന്നത് ഇന്നത്തെ സെയിൽസിന് തന്നെയാണോ എന്ന് അയാൾ ഒരിക്കലും ക്രോസ് ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരാൾ പൈസ റോൾ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ക്യാരി ഫോർവേഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ടിങ് പ്രോപ്പറായിട്ട് ഡേ ടു ഡേ ബേസിസിൽ ട്രാൻസാക്ഷൻ എൻട്രി നടക്കണം. അത് നടക്കുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യേണ്ടത് ഈ SME മേഖലയിലെ ബിസിനസ് ഓണേഴ്സ് തന്നെയാണ് നടത്തേണ്ടത്. ശരി. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ട്രാൻസാക്ഷൻ ഈ അക്കൗണ്ടന്റ് കൃത്യമായി രേഖപ്പെടുത്തുക, എൻട്രി കറക്റ്റായിട്ട് രേഖപ്പെടുത്തണം, അതിനുള്ള കാര്യം ചെയ്യണം. അതാണ് ഒന്നാമത്തെ. അതായത് ഇപ്പോൾ ഉദാഹരണം ഇന്നൊരു ചെലവ് വന്നു, അത് ഇന്നത്തെ ഡേറ്റിൽ തന്നെ ചെയ്യുക എന്നതാണ് അല്ലേ? അത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യില്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് അങ്ങനെയൊക്കെ നടക്കാറില്ലേ? റിയൽ ടൈമിൽ അക്കൗണ്ടിങ് നടക്കണം. ബിസിനസിന്റെ കൂടെ തന്നെ അക്കൗണ്ടന്റ് ഓടണം. അപ്പോൾ ഇന്ന് നടക്കുന്ന ബിസിനസ് ഇന്ന് തന്നെ അക്കൗണ്ട് ചെയ്ത് പോകണം. ഇന്ന് നടക്കുന്ന ബിസിനസ് മാസാവസാനം GST ഫയൽ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രവണതയാണെങ്കിൽ ഈ 30 ദിവസം നടക്കുന്ന സംഭവങ്ങൾ പലതും അക്കൗണ്ടന്റ് മിസ്സാവാനും അതുവഴി ബിസിനസ്സിന് ഒരുപാട് പൈസ റവന്യൂ ലീക്കേജ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡേ ടു ഡേ ബേസിസിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ. ശരി. അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ട്രാൻസാക്ഷണൽ അക്കൗണ്ട് കറക്റ്റ് ആക്കുക. അതെ, ശരി. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു റിവ്യൂ, ഒരു പീരിയോഡിക്കലായിട്ട് റിവ്യൂ ട്രാൻസാക്ഷണൽ വോളിയം അനുസരിച്ചിട്ട്. അപ്പോൾ ഒരുപാട് വോളിയം ഉള്ള ആൾക്കാരാണെങ്കിൽ
കുറവ് ഫ്രീക്വൻസിയിൽ റിവ്യൂ ചെയ്യണം. കുറച്ച് വോളിയം ഉള്ളതാണെങ്കിൽ അത് ഫ്രീക്വൻസി കുറച്ച് കൂടാം, കാരണം മാനേജബിൾ ആണ്. നമുക്കൊരു എറർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ ഗോയിങ് കൺസേണിനെ ബാധിക്കാത്ത രീതിയിൽ അതിനെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഫ്രീക്വൻസി അളക്കേണ്ടത് ബിസിനസ് ഓണർ തന്നെയാണ്. ചിലവർക്ക് മന്ത്ലി ചെയ്താൽ മതിയാവർക്കും, ചിലർക്ക് ആഴ്ച ചെയ്യേണ്ടി, ചിലർക്ക് ഡെയിലി ബേസിസിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനാണ് ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതിന് ഓഡിറ്റ് ഇന്റർണൽ ഓഡിറ്റ് എന്ന സംഘടന ചെയ്യാം, അല്ലെങ്കിൽ ഇന്റേണലി അവർക്ക് തന്നെ ഒരു ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ, അല്ലെങ്കിൽ ബിസിനസ് ഓണറിന് തന്നെ, അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ ലെവൽ, മാനേജർ ലെവലിലൊക്കെ അവർക്ക് ഒരു റിപ്പോർട്ട്സ്, ഡാഷ്ബോർഡ്സ് ആയിട്ട് അങ്ങനെ. ഇപ്പൊ നമുക്ക് പുതിയ ഈ പവർ BI പോലത്തുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, പുതിയ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ഒക്കെ അവൈലബിൾ ആണ്. അതിൽ ഡേറ്റ എൻട്രി പോകുമ്പോൾ തന്നെ നമുക്ക് റിപ്പോർട്ട്സ് ഒക്കെ എല്ലാം എക്സെപ്ഷൻസ് ഒക്കെ ത്രൂ ചെയ്യും, നമുക്ക് മനസ്സിലാക്കാം. അങ്ങനത്തെ ടൂൾസ് ഒക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റ് ടൂൾ അയാൾ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ഇല്ല കോസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് ഈ റിപ്പോർട്ടിംഗ് മാത്രം ഔട്ട്സോഴ്സ് ചെയ്ത് പോകുമോ, അങ്ങനത്തെ രീതിയിലൊക്കെ ഇവർ ഈ ബിസിനസ് ഓണർ അതിനെ മിറ്റിഗേറ്റ് ചെയ്ത് പോകണം. ആ ഒരു റിവ്യൂ സിസ്റ്റം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണം. അതായത് എൻട്രി ചെയ്യപ്പെട്ടത് കറക്റ്റായിട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് റിവ്യൂ പീരിയോഡിക്കലി ചെയ്യണം. അതെ, അത് അക്കൗണ്ടിങ് എൻട്രിയുടെ റിവ്യൂവിനെക്കാളും കൂടുതൽ ബിസിനസിന്റെ റിവ്യൂ ആയിട്ട് മാറ്റാം. കാരണം നമുക്ക് അതിൽ റേഷ്യോസിനെയൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. അപ്പോൾ റേഷ്യോസിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഈ അക്കൗണ്ടന്റ് ചെയ്ത മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ബിസിനസിന്റെ റേഷ്യോ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇതെല്ലാം എല്ലാ എക്സെപ്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിലേക്ക് കൂടുതൽ നമുക്ക് ഡീപ്പായിട്ട് അതിനകത്ത് ഒരു ഓഡിറ്റ് പോലെ, ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് പോലെയോ ഒക്കെ നമുക്ക് ചെയ്യാം. ഈ റിവ്യൂലാണോ റിപ്പോർട്ടിംഗ് വരുന്നത്? റിപ്പോർട്ട്സ് എടുക്കുക എന്ന് പറയുന്നതൊക്കെ റിപ്പോർട്ട്സ് എടുക്കാൻ നമുക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതിപ്പോൾ നമ്മൾ നോർമലി പറഞ്ഞ ഇന്റർണൽ ഓഡിറ്റ് റിപ്പോർട്ടോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ടോ ഒക്കെ ക്വാർട്ടർലിയോ അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ആനുവലി എടുക്കുന്ന സാധനങ്ങളാണ്. അതല്ലാതെ നമുക്ക് ഒരു ഡെയിലി ബേസിസിൽ ഒരു ഡാഷ്ബോർഡ്സ് എടുത്ത് റിപ്പോർട്ട് വെരിഫൈ ചെയ്തു. അപ്പോൾ ഡെയിലി ബിസിനസ് വെരിഫൈ ചെയ്യുന്ന ഒരാൾക്ക് ഇന്നലെ തൊട്ട് ഇന്ന് എന്ത് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ റീറ്റെയിൽ ഷോറൂം ആണെങ്കിൽ അവർക്ക് അറിയേണ്ടി വരും, ഇന്നലെ ഇപ്പോൾ ഒരു സീസണലായിട്ട് എന്തൊക്കെ പ്രോഡക്റ്റ് പോയി, ഇപ്പോൾ ഇന്നലെ പോയത് ഇന്ന് പോയത് ഡിഫറൻസ് ഉണ്ടോ, സെയിൽസ് ആയിട്ട് മാച്ച് ചെയ്യണ്ടോ, ഇപ്പോൾ കിട്ടുന്ന പൈസ എല്ലാം കളക്ട് ആയോ എന്നൊക്കെയാണ് ഡെയിലി ഡാഷ്ബോർഡ് കൊണ്ടുവരും. അതേപോലെ ഇപ്പോൾ പക്ഷേ ഒരു സർവീസ് സെക്ടർ, ഇപ്പോൾ സാറിൻ്റെ ഓഫീസ് സർവീസ് സെക്ടറാണ്, ഡെയിലി നോക്കേണ്ട കാര്യമില്ല. ഒരു മന്ത്ലി റിവ്യൂ എടുത്തിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ പ്രോഗ്രസ് നോക്കാം, അല്ലെങ്കിൽ ഇയർ ടു ഇയർ നമുക്ക് റിവ്യൂ ചെയ്ത് നോക്കാം. അത് ആ ബിസിനസ് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട്. കൂടുതൽ റിസ്ക് എക്സ്പോഷർ ഉള്ള ആൾക്കാർ കുറവ് ഫ്രീക്വൻസിയിൽ വെരിഫൈ ചെയ്യണം. റിസ്ക് എക്സ്പോഷർ കുറയുന്നതോറും നമുക്ക് ഫ്രീക്വൻസി കുറച്ച് വലുതാക്കിയാലും പ്രശ്നമില്ലാവില്ല. ശരി. ഇപ്പോൾ എനിക്ക് പറഞ്ഞ 2 സ്റ്റെപ്പാണ് പറഞ്ഞത്. ഒന്ന്, ഈ അക്കൗണ്ടിങ് എൻട്രി ചെയ്യുന്ന കാര്യം ട്രാൻസാക്ട് അത് കൃത്യമായിട്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം അത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്ന് റിവ്യൂ ചെയ്യുക. പിന്നെന്താ നമുക്ക്? പിന്നെ മൂന്നാമത് വരുന്നത് നമ്മളുടെ അതിന്റെ ബിസിനസിന്റെ റിവ്യൂ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വരുന്ന ക്യാഷ് ഫ്ലോസ്, ബിസിനസ് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ബേസിക് ആയിട്ട് ഒരു മന്ത്ലിയോ ബേസിസിലോ അല്ലെങ്കിൽ ക്വാർട്ടർലി ബേസിസിലെങ്കിലും മിനിമം ചെയ്ത് വെരിഫൈ ചെയ്ത് പോവുക. വർഷാവസാനം നോർമലി ഇപ്പോൾ SME സെക്ടർ ചെയ്യുന്ന പ്രോസസ്സ് ഇതൊക്കെ വർഷാവസാനം മാത്രമേ നടക്കുള്ളൂ. അതും പിന്നെ നമ്മൾ കണ്ടുവരുന്ന പ്രവണത എന്താണെന്ന് വെച്ചാൽ, ഈ ഇവര് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ് വരുന്ന സാധനത്തിന് ആക്ച്വൽ ബിസിനസ് ആയിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അത് ഭയങ്കര ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും പലപ്പോഴും. കാരണം അതിൽ നല്ലതായിട്ട് പൗഡറൊക്കെ അടിച്ച് സുന്ദര കുട്ടപ്പന്മാരായിട്ട് എല്ലാം അവിടെ കൊണ്ട് വെക്കുമെങ്കിലും ഇതിന്റെ റിയൽ കണക്കിലേക്ക്, ട്രാൻസാക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ സിറ്റുവേഷൻ ഭയങ്കര ശോകമായിരിക്കും. കാരണം നമുക്ക് പലതും ഇതൊന്നും ഈ ഉള്ളിൽ കാണുന്ന ആളായിരിക്കില്ല പുറത്ത് ഉള്ളത്. അപ്പൊ അതിന്റെയൊക്കെ ബേസിക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കൗണ്ടിങ്ങിൽ ബിസിനസ് ഓണേഴ്സിന് ഉള്ള ഒരു ഇമ്പോർട്ടൻസ് കുറവാണ്, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. കാരണം അവരെ സംബന്ധിച്ച് ഇതൊരു കോസ്റ്റ് മാത്രമാണ്, ഇതിൽ നിന്ന് ഇവർക്ക് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നില്ല. ഒരു 20,000 രൂപ കൊടുത്തൊരു അക്കൗണ്ടന്റിനെ വെക്കുമ്പോൾ അതൊരു കോസ്റ്റാണ്. അക്കൗണ്ടന്റ് ഇവർക്ക് പ്രത്യേകിച്ച് റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതേസമയം 20,000 രൂപ ഒരു സെയിൽസുകാരനെ വെക്കുന്നതെങ്കിൽ അവൻ റവന്യൂ ജനറേറ്റ് ചെയ്യും. പക്ഷെ ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യം, എത്ര സെയിൽസുകാരെ വെച്ച് റവന്യൂ ഉണ്ടാക്കിയാലും ഇതൊന്നും സൂക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടാക്കുന്ന റവന്യൂ ഒക്കെ വെറുതെ കടലിൽ പോവുള്ളൂ. അപ്പോൾ അതിന് നല്ല പ്രോപ്പറായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ഒരു അക്കൗണ്ടന്റിനെ വെക്കുന്നത് അനിവാര്യമാണെന്ന് തിരിച്ചറിവ് ഉണ്ടാവാത്തത് കൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇത് രണ്ടും ചെയ്തതിനെ ബേസ് ചെയ്തുകൊണ്ടല്ല നമ്മുടെ സ്റ്റേറ്റ്മെന്റുകൾ എടുത്ത് നമ്മുടെ സ്ഥാപനം ഇപ്പൊ എങ്ങടാ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതിന്റെ പോക്ക് ശരിയാണോ എന്ന് പറയുന്ന കാര്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. പിന്നെ അതിന്റെ കൂടെ അനുബന്ധിച്ച് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇയർ ഓൺ ഇയർ റിവ്യൂ. കഴിഞ്ഞ വർഷം നമ്മുടെ സാഹചര്യം എന്തായിരുന്നു, ഈ വർഷത്തെ നമ്മുടെ സാഹചര്യം എന്താണ്, ഈ ഒരു ഹിസ്റ്റോറിക്കൽ അനാലിസിസ്, വെർട്ടിക്കൽ അനാലിസിസ് ചെയ്ത് നമുക്ക് ഓരോ പീരിയഡ് മന്ത് ടു മന്ത് ചെയ്യാം, ഹാഫ് ഇയർലി ചെയ്യാം, ക്വാർട്ടർലി ചെയ്യാം, ഇയർ ഓൺ ഇയർ ചെയ്യാം. പക്ഷെ അത് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ഓരോ പ്രോഗ്രസ് എങ്ങനെയാണ് പോകുന്നത്, നമ്മൾ എവിടെയാണ് നമ്മൾ പെട്ട് കിടക്കുന്നത്, എവിടെയാണ് നമ്മൾ നന്നായി ചെയ്യുന്നതെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവും. കാശ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല, ഏത് കസ്റ്റമർ അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ് നമുക്ക് റിട്ടേൺ തരുന്നുണ്ട്, ഏത് പ്രോഡക്റ്റ് തരുന്നില്ല, അങ്ങനെയുള്ള റിവ്യൂ ഒക്കെ നമ്മൾ പീരിയോഡിക്കലായിട്ട് ചെയ്തു പോയാൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഒക്കെ നല്ല നമുക്ക് വൈസായിട്ട് മാറും.
ചെയ്യാം. അതില്ലാതെ ചെയ്യുമ്പോഴാണ്, അതിൽ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും പലപ്പോഴും പൈസ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വിചാരിച്ച റിട്ടേൺ കിട്ടുന്നില്ല, ഇതിലും വേദന എഫ് ഡി ഇട്ടാൽ മതിയായിരുന്നല്ലോ എന്ന് ചോദിക്കുന്ന ബിസിനസ്സുകാർ വരാനുള്ള കാരണം അവരുടെ പ്രൊഡക്റ്റിന്റെ പെർഫോമൻസിലും കസ്റ്റമറിന്റെ പെർഫോമൻസിലും അവരത്ര ഇമ്പോർട്ടൻസ് ബുദ്ധി അവരുടെ ചിന്ത കൊടുക്കാത്തതുകൊണ്ടാണ്. ഇത് ഒരുപാട് ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച ഇതിൽ കൂടുതൽ ചോദ്യങ്ങളുമായി കൂടുതൽ ഉത്തരങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു. ഈ ഇന്റർണൽ ഓഡിറ്റിംഗ് ഒക്കെ നിങ്ങൾ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവരാണ്. 1-2 കോമൺ അബദ്ധങ്ങൾ ഒന്ന് പറയാമോ? കുറെ ബ്ലണ്ടർ കാണിക്കുമല്ലോ, ഇതൊക്കെ അറിയാണ്ട് ചെയ്തു പോണതാണ്. അങ്ങനെ ചെയ്യുന്ന 1-2 കാര്യങ്ങൾ പറയാമോ? ഇപ്പൊ ഓഡിറ്റ് നടക്കുക പലപ്പോഴും പോസ്റ്റ്മോർട്ടം പോലെയാണ് കഴിഞ്ഞു പോയത്. പക്ഷെ അവ കഴിഞ്ഞു പോയതിനെ പറ്റി നമുക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മൾ റിയൽ ടൈമിൽ ബിസിനസിന്റെ കൂടെ തന്നെ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് വളരെയധികം പ്രൊഡക്റ്റീവായി മാറും. ഞാൻ എപ്പോഴും പറയും, പേഴ്സണൽ ലൈഫിലായാലും ശരി ബിസിനസ് ലൈഫിലായാലും ശരി, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആണ് നിങ്ങളുടെ ഡിസിപ്ലിന്റെ ന്യൂമറിക്കൽ. നമ്മൾ ഡേറ്റ എൻട്രിയുടെ കാര്യം ഇമ്പോർട്ടൻസ് വരുന്നത് അവിടെയാണ്. ഒരു സാധനം വിറ്റിട്ട് വേറൊരു സാധനം വിറ്റുപോയി എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് എപ്പോഴും ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. അതും റോങ് ഡിസിഷൻസിലേക്ക് ബിസിനസ് ഓണറിനെ നയിക്കും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ ബിസിനസ് ഓണറിന് ഇൻട്രസ്റ്റ് ഉണ്ടാവണം, ഇയാൾ റിവ്യൂ ചെയ്യണം. ബിസിനസ് ഓണറിന് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അക്കൗണ്ടന്റിന് അത്രയും കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പോണില്ല.